ട്രംപിനെ വധിക്കാൻ ഇറാൻ നിരവധി തവണ ശ്രമിച്ചു. അമേരിക്കയിൽ ഒരു തീപ്പൊരി വീണാൽ ഇറാനെ വെച്ചേക്കില്ലെന്ന് ട്രംപ്. ഇറാൻ പരമോന്നത നേതാവിനെ വധിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറിയത് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം. സമാധാനത്തിന് വേണ്ടിയാണ് താൻ ശ്രമിക്കുന്നതെന്ന് ട്രംപ്. ഇറാനെതിരായ ആക്രമണം ട്രംപിനോട് ആലോചിച്ചിട്ടെന്ന വിവാദ വെളിപ്പെടുത്തൽ നടത്തി നെതന്യാഹു. ഇറാൻ ഇസ്രായേൽ സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ ഇറാൻ ഭരണകൂടത്തിനെതിരെ ഗുരുതര ആരോപണവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഡൊണാൾഡ് ട്രംപിനെ ഇറാൻ തങ്ങളുടെ പ്രധാന ശത്രുവായി കാണുന്നുവെന്നും അദ്ദേഹത്തെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നും നെതന്യാഹു ആരോപിച്ചു. ഞായറാഴ്ച ഫോക്സ് ന്യൂസിനോട് സംസാരിക്കവെയാണ് ഗുരുതര ആരോപണം ഉന്നയിച്ചത്. അവർക്ക് ട്രംപിനെ കൊല്ലണം, അദ്ദേഹം 1 നമ്പർ ശത്രുവാണ്, അദ്ദേഹം ഒരു നിർണായക നേതാവാണ്, മറ്റുള്ളവർ ചെയ്തതുപോലെ ദുർബലമായ രീതിയിൽ അവരുമായി വിലപേശാൻ അദ്ദേഹം ഒരിക്കലും തുനിഞ്ഞിട്ടില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് പിന്മാറിയതും ഇറാനിയൻ കമാൻഡർ ഖാസിം സുലൈമാനിയെ വധിച്ചതടക്കമുള്ള നടപടികളെ ഉദ്ധരിച്ച് ഇറാന്റെ ആണവ ലക്ഷ്യങ്ങൾക്കെതിരായ ട്രംപിന്റെ ഉറച്ച നിലപാടിനെ അദ്ദേഹം അഭിനന്ദിച്ചു. ട്രംപിന്റെ സഖ്യകക്ഷിയായി സ്വയം വിശേഷിപ്പിച്ച നെതന്യാഹു ഇസ്രായേലിനെ ആസന്നമായ ഒരു ആണവ ഭീഷണിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെ കർശന നിലപാട് സ്വീകരിച്ചതിനും ആണവ കരാർ റദ്ദാക്കിയതിനും ട്രംപിനെ നെതന്യാഹു പ്രശംസിച്ചു. ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നത് തടയുന്നതിൽ ട്രംപിന്റെ ശക്തമായ നിലപാടാണ് ഇറാന്റെ ശത്രുതയ്ക്ക് കാരണമെന്ന് നെതന്യാഹു പറഞ്ഞു. അതേസമയം ഇറാനെ ആക്രമിക്കുന്നതിന് തൊട്ടുമുമ്പ് താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ആശയവിനിമയം നടത്തിയിരുന്നു എന്ന വിവാദ വെളിപ്പെടുത്തലും നെതന്യാഹു നടത്തി. ഇറാനെ ആക്രമിക്കാൻ പോകുകയാണെന്ന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നിട്ടും ട്രംപ് പരസ്യമായി യുദ്ധം ചെയ്യരുതെന്നാവശ്യപ്പെട്ടത് തന്ത്രത്തിന്റെ ഭാഗമല്ലേ എന്നും ഇക്കാര്യത്തിൽ അമേരിക്കയുമായി കൃത്യമായ ഏകോപനം നടന്നിരുന്നില്ല എന്ന ഫോക്സ് ന്യൂസ് അവതാരകന്റെ ചോദ്യത്തിന് നെതന്യാഹുവിന്റെ മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു. ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ അമേരിക്കയുടെ ഏകോപനം ഉണ്ടായിരുന്നുവെന്നാണ് നെതന്യാഹു മറുപടി നൽകിയത്. എന്നാൽ അമേരിക്കയ്ക്ക് അവരുടേതായ താല്പര്യങ്ങൾ ഉള്ളതായും അതിന് അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും അവർ സ്വീകരിക്കുക എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതിനിടെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്ന് ആവർത്തിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇറാനെ ആക്രമിക്കുന്നതിൽ അമേരിക്ക ഒന്നും ചെയ്തിട്ടില്ലെന്ന് ട്രംപ് ട്രൂത്ത് പോസ്റ്റിൽ വ്യക്തമാക്കി. എന്നാൽ ഇറാൻ ഇത് വിശ്വസിക്കുന്നില്ല. ടെൽ അവീവിലെ US എംബസി കെട്ടിടത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണം ഒരു മുന്നറിയിപ്പായിരുന്നു. എംബസി കെട്ടിടത്തിന് സാരമായി കേടുപാടുണ്ടായെന്നും US ഉദ്യോഗസ്ഥർക്കാർക്കും പരിക്കില്ലെന്നും ഇസ്രായേലിലെ US അംബാസഡർ സ്ഥിരീകരിച്ചു. സംഭവത്തെ തുടർന്ന് ഉദ്യോഗസ്ഥരോട് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറുവാനും എംബസിയും കോൺസുലേറ്റും അടച്ചിടാനും US തീരുമാനിച്ചു. അതേസമയം ഇറാൻ ഏതെങ്കിലും വിധത്തിലോ രൂപത്തിലോ അമേരിക്കയെ ആക്രമിച്ചാൽ US ആയുധസേനയുടെ മുഴുവൻ ശക്തിയും മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത തലത്തിൽ ഇറാന്റെ മേൽ പതിക്കുമെന്ന് ട്രംപ് താക്കീത് നൽകി. അതേസമയം ഇസ്രായേലും അമേരിക്കയും തമ്മിൽ പരസ്പര ബഹുമാനത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും ബന്ധമാണുള്ളത്. കഴിഞ്ഞ വർഷം ട്രംപിനെതിരെ നടന്ന വധശ്രമങ്ങൾ ഇറാന്റെ പിന്തുണയോടെയുള്ളതാണെന്ന് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നതായും നെതന്യാഹു വെളിപ്പെടുത്തി. ട്രംപിനെ ഇറാൻ 1 നമ്പർ ശത്രുവായിട്ടാണ് കാണുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിനിടെ 2 വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥന്മാരാണ് ഖമേനിയെ വധിക്കാനുള്ള ഇസ്രായേൽ നീക്കം അമേരിക്ക വീറ്റോ ചെയ്ത കാര്യം വെളിപ്പെടുത്തിയത്. ഇറാനിലെ ഭരണകൂടത്തെ തന്നെ തകർത്തെറിയാൻ ഇസ്രായേൽ നീക്കം നടത്തുന്നെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ വിവരം പുറത്തുവരുന്നത്. ഇതിനിടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തൊള്ള അലി ഖമേനിയെ വധിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചെങ്കിലും അമേരിക്ക തടയുക ആയിരുന്നുവെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇറാനികൾ അമേരിക്കക്കാരെ ആരെയും കൊന്നില്ലല്ലോ, അവരത് ചെയ്യും വരെ രാഷ്ട്രീയ നേതൃത്വത്തെ ഉന്നമിക്കുന്ന വിഷയം നാം സംസാരിക്കാൻ പോകുന്നില്ലെന്ന് ട്രംപ് നിലപാടെടുത്തെന്നാണ് 2 US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. 4ാം ദിനവും ഇസ്രായേൽ ഇറാൻ സംഘർഷം ആളിക്കത്തുമ്പോൾ ഇരു രാജ്യങ്ങളും സമാധാനപരമായ കരാറിലെത്തണമെന്ന നിലപാട് ട്രംപ് ആവർത്തിക്കുകയാണ്. ഇരു രാജ്യങ്ങളോടും ബഹുമാനമെന്നും സമാധാന ചർച്ചകൾക്കുള്ള സമയമായെന്നും ട്രംപ് പറഞ്ഞു. ഇറാനിൽ ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തൊള്ള അലി ഖമേനി ബങ്കറിലേക്ക് മാറിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് ആയത്തൊള്ള അലി ഖമേനിയും മകൻ മുജ്തബ ഉൾപ്പെടെയുള്ള മുഴുവൻ
കുടുംബാംഗങ്ങളും ഭൂഗർഭ ബങ്കറിലേക്ക് മാറിയതെന്ന് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തത്. വടക്കുകിഴക്കൻ ടെഹ്റാനിലെ ബങ്കറിലേക്കാണ് ആയത്തുള്ള അലി ഖമീനിയും കുടുംബവും മാറിയതെന്നാണ് റിപ്പോർട്ടുകളിലുള്ളത്. ഞായറാഴ്ച ഇറാനിലെ മഷ്ഹാദ് നഗരം ലക്ഷ്യമിട്ടും ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയിരുന്നു. രാജ്യത്തെ ഒരിടത്തും ആയത്തുള്ള അലി ഖമീനി സുരക്ഷിതനല്ലെന്ന ഇസ്രായേലിന്റെ മുന്നറിയിപ്പായാണ് ഈ ആക്രമണത്തെ ഇറാൻ വിലയിരുത്തുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. ഇസ്രായേൽ ഇറാനെതിരെ ഓപ്പറേഷൻ ആരംഭിച്ച ആദ്യ ദിവസം തന്നെ ആയത്തുള്ള അലി ഖമീനിയെ ലക്ഷ്യമിട്ടിരുന്നതായാണ് വിവരം. എന്നാൽ ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തലാക്കാനുള്ള തീരുമാനമെടുക്കുന്നതുവരെ അദ്ദേഹത്തിന് അവസരം നൽകിയതാണെന്നും നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു.